പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 60 ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 5 പ്രതികളാണ് ഉള്ളത്. വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നുണ്ട്. സൂര്യ, ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ പരാമർശിച്ചിരിക്കുന്ന 5 പ്രതികൾ ആരൊക്കെയാണ്? ട്വിസ്റ്റുകൾ നിറഞ്ഞ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവം തന്നെയായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ആ കേസിലാണ് ഇപ്പോൾ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഫറൂഖ് ACP എബ്രഹാം സാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ളതും അതായത് ഒന്നാം പ്രതിയായ രാഹുലും രാഹുലിനെ സഹായിച്ച മറ്റ് പ്രതികളെയും ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. 5 പ്രതികളാണുള്ളത്. ഈ പരാതിക്കാരിയെ ശാരീരികമായി ഉപദ്രവിച്ച രാഹുലാണ് ഒന്നാം പ്രതി. പെൺകുട്ടിയെ മാനസികമായി ഉപദ്രവിച്ച രാഹുലിന്റെ അമ്മയും സഹോദരിയും 2ഉം 3ഉം പ്രതികളാണ്. രാഹുലിനെ നാടുവിടാൻ സഹായിച്ച, രാഹുലിന് ഒത്താശകൾ ചെയ്തു കൊടുത്ത സുഹൃത്തായ രാജേഷും അതുപോലെ തന്നെ ഈ പന്തീരങ്കാവ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശരത് ലാലുമാണ് 4ഉം 5ഉം പ്രതികൾ. ഈ പ്രതികൾക്കെതിരെ പ്രധാനമായും 5 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഗാർഹിക പീഡനം, വധശ്രമം എന്നിവയാണ് ഈ പ്രധാന വകുപ്പുകൾ. ഇന്ന് രാവിലെയോടെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3-ലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. ഈ രാഹുലിനായുള്ള തിരച്ചിൽ നടത്തുന്നതായും അന്വേഷണ സംഘം പറഞ്ഞു. രാഹുൽ ജർമ്മനിയിലുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നുണ്ട്. സംഗീത. ശരി സൂര്യ, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് സംബന്ധിച്ച് കോഴിക്കോട് നിന്നും സൂര്യ സുജിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.